ആർ വി ബാബു ഹിന്ദു ഐക്യവേദി നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ ആർ വി ബാബു, പൊതുവിൽ ഈ സംഘപരിവാർ അനുകൂല സംഘടനകൾക്ക് നേരത്തെ പറഞ്ഞിരുന്നത് സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകൾക്ക് സർക്കാർ വഴങ്ങിക്കൊടുക്കുന്നു, ഈ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ വഴങ്ങുന്നു എന്നതാണ് ഒരു ആക്ഷേപമായി ഉന്നയിച്ചത്. പക്ഷേ സംഭവിച്ചത് അതല്ല, സർക്കാർ പിന്നോട്ട് പോയില്ല. എന്താണ് സർക്കാരിൻ്റെ നിലപാടിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സർക്കാർ ഈ വിഷയത്തിൽ സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയില്ല എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്, അഭിനന്ദനാർഹമായ കാര്യമാണ്. പക്ഷെ സർക്കാർ എന്തുകൊണ്ട് വഴങ്ങിയില്ല എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഈ സർക്കാർ നിരന്തരമായി സംഘടിത ഈ മതശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ ഉയർന്നു വന്നതാണ്. ഇപ്പോ നിരവധി ഹൈന്ദവ സംഘടനകൾ, ക്രൈസ്തവ സംഘടനകൾ ഒക്കെ ഈ സർക്കാരിന്റെ ഒരു മതവിഭാഗത്തോടുള്ള പ്രത്യേക മമതയും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണനവും ഒക്കെ വലിയ തോതിലുള്ള എതിർപ്പുകൾക്കും ജനങ്ങളുടെ ഭാഗത്ത് ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം ഉയർത്തുന്നതിലും ഒക്കെ കാരണമായിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ ഈ വിജയം ഈ വർഗീയ പ്രീണനത്തിനെതിരായി ഈ നാട്ടിലെ ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം തന്നെ ചില ക്രൈസ്തവ സംഘടനകളും ഒക്കെ ഉയർത്തിയിട്ടുള്ള വർഗീയ പ്രീണനത്തിനെതിരായ ആ പ്രതിഷേധങ്ങളുടെ വിജയമാണ്. അതല്ലെങ്കിൽ ആ ഒരു പ്രതിഷേധങ്ങൾ ഇവിടെ ഉയർന്നു വന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും സർക്കാർ ഈ മതവർഗീയ ശക്തികൾക്ക് മുമ്പിൽ മുട്ടുമടക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുൻ അനുഭവങ്ങൾ അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് സർക്കാരിന്റെ ഈ തീരുമാനം ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഒരു നല്ല കാര്യം ചെയ്താൽ അതിനെ അഭിനന്ദിക്കുന്നതിൽ നമുക്ക് ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷേ സർക്കാർ അങ്ങ് ആദർശപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് പിൻവാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ആളുകളൊന്നും അല്ല ഞങ്ങൾ. ശരി, ഒരു കാര്യം കൂടി, ഈ സർക്കാരിന് ഒരു പക്ഷേ ഇതിന് മറ്റൊരു രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? കാരണം ഇപ്പം മുസ്ലിം വിഭാഗത്തെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ഈ തീരുമാനത്തിന്, ഈ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊടുത്താൽ എതിർഭാഗത്തുണ്ടാകുന്ന ഒരു വലിയ സമ്മർദ്ദം, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ നഷ്ടം, അതാണോ സർക്കാരിനെ ഈ തരത്തിൽ കടുത്ത നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഞാൻ രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം. കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഈ നിരന്തരം ഈ സർക്കാർ ഈ പറയുന്ന മതവിഭാഗത്തിനോട് പ്രീണനം നടത്തുന്നു, അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവരുടെ രാഷ്ട്രീയ നിലപാടുകളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാടുകളും എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിലുള്ള ഒരു ആ കൺസോൾട്ടേഷനിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ BJP ആണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രയോക്താക്കൾ അല്ലെങ്കിൽ വക്താക്കൾ എന്നുള്ളത് കൊണ്ട് BJPക്ക് അനുകൂലമായ ഒരു വലിയ മുന്നേറ്റം, രാഷ്ട്രീയ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നും BJPക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ മുഴുവൻ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നല്ല, ഒരു സർട്ടൻ ഡിവിഷൻ ക്രൈസ്തവര് ആ നിലയ്ക്ക് ചിന്തിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ ഇത് ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ തങ്ങൾക്ക് വലിയ തിരിച്ചടി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇനിയും 3 മാസം മാത്രം ബാക്കിയുള്ളൂ. അപ്പോൾ 3 മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിലേക്ക് ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക. ഈ കേരളത്തിലെ മറ്റു മതേതര വിഭാഗങ്ങൾ ഈ മതപ്രീണനത്തിനെതിരായിട്ടുള്ള വലിയ ഒരു തിരിച്ചടി ഈ സർക്കാരിന് നൽകുന്നുള്ള പേടിയും കൂടി ഈ സർക്കാരിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ്. പക്ഷേ ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇന്നലത്തെ നമ്മുടെ ചർച്ചയിൽ NSS, SNDP, അതേപോലെ MES തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ചർച്ച നടത്തിയത്. അവിടെ എന്തിനാണ് സമസ്ത വിളിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. സമസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ എനിക്കറിയില്ല. പൊതുവിദ്യാഭ്യാസ ഒരു വലിയ പ്രതിഷേധം ഉയർത്തിയ സംഘടനയെ വിളിക്കുക സ്വാഭാവികമാണല്ലോ, അതല്ലേ സംഭവിച്ച? അല്ല, ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരുമായിട്ടാണ്? സമസ്തയുടെ പ്രതിഷേധം, സമസ്തയോട് ചർച്ച ചെയ്യുന്നതിൽ ഒരു വിരോധം നമുക്കില്ല. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനകളെ വിളിക്കുന്നു, ഒപ്പം സമസ്തയെ വിളിക്കുന്നു. സമസ്ത എവിടെ എന്താ കാര്യം? സമസ്തയെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യണം. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന സംഘടനകളോടൊപ്പം സമസ്തയെ വിളിച്ചത് എന്തിനാണ്? അതൊരു ചോദ്യമാണ്. സമസ്തയുടെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, അവർ സ്വാഭാവികമല്ലേ അത് സമസ്തയുടെ കീഴിൽ പൊതുവിദ്യാലയങ്ങളുണ്ടോ? എനിക്കറിയില്ല. ഉണ്ടെങ്കിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സമസ്ത പൊതുവിദ്യാലയങ്ങൾ നടത്തുന്നതായിട്ട് എന്റെ അറിവിലില്ല. MES നടത്തുന്നുണ്ട്, MESനെ വിളിക്കാം.
നമുക്ക് ആർക്കും എതിർപ്പില്ല. MES നടത്തുന്നുണ്ട്, വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട്, MES വിളിക്കാം. പക്ഷേ സമസ്ത അങ്ങനെ വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ടോ? നിങ്ങളുടെ അറിവിലുണ്ടോ? അങ്ങനെ ഒരു വിദ്യാലയത്തിന്റെ പേരൊന്ന് പറയാമോ? എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് പിൻവലിക്കുകയും ചെയ്യാം, നമുക്ക് എതിർപ്പില്ല. പക്ഷെ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം സമസ്ത അങ്ങനെ പൊതുവിദ്യാലയങ്ങൾ നടത്തുന്നില്ല. അപ്പോ എന്തിനു വിളിച്ചു? അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ രണ്ടിനെയും അങ്ങനെ ഈ കയ്യിലുള്ളത് കളയാതെ ഈ പറക്കുന്നതിനെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. പക്ഷേ അത്തരം കാപട്യങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി RV ബാബു. ഇക്കാര്യത്തിൽ സർക്കാരിന് ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഹിന്ദു ഐക്യവേദി. അവരെ സർക്കാർ തീരുമാനത്തെ പിന്തുണയ്ക്കുന്നതോടൊപ്പം തന്നെ അത്ര നിലപാടെടുക്കുന്നു. KP റഹ്മത്തുള്ള ഒരു കാര്യം കൂടി, അല്പസമയം മുമ്പ് RV ബാബു പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യമുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെട്ടാലും ഹിന്ദു വോട്ടുകളെ ഒപ്പം നിർത്തുക എന്നൊരു അജണ്ട മുന്നിൽ കാണുന്നുണ്ടാവാം. മറ്റൊന്നും കൂടിയുണ്ട്, സമസ്തയെ ചർച്ചയ്ക്ക് വിളിച്ചതിലോടുകൂടി അവരുമായുള്ള ഒരു സമവായം കൂടി സർക്കാർ ആഗ്രഹിച്ചിട്ടുമുണ്ട്. അത്തരമൊരു രാഷ്ട്രീയം ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുക എന്നത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിനും CPM-നും ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ സർക്കാരിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് തന്നെ മലബാറിൽ മുസ്ലിം വോട്ടുകൾ വൻതോതിൽ ലഭിച്ചതുകൊണ്ടാണ് എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. ഇത്തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ മുസ്ലിം വോട്ടുകൾ കൃത്യമായി ലഭിക്കണം. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടിലൂടെ അത് സാധിക്കുമെന്ന് തന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് സമസ്തയുമായി ഒരു ഏറ്റുമുട്ടലിനോ മുസ്ലിം സംഘടനകളുമായി വലിയ അകൽച്ചയുണ്ടാക്കി ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാനൊന്നും CPM ശ്രമിക്കുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലബാറിൽ ഈ സമസ്തയുമായും ഒക്കെയുള്ള നല്ല ബന്ധം തുടർന്നുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് CPM സ്വീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ നിലപാട്. അതിന് വിരുദ്ധമായ ഒരു കാര്യവും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല എന്നത് തീർച്ചയായും. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിന്റെയും ഹിന്ദു സമൂഹത്തിന്റെയും വോട്ടുകളൊക്കെ വൻതോതിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രീണനം ഈ സർക്കാർ ഒരു വിഭാഗത്തോടും സ്വീകരിക്കുകയില്ല എന്നത് തീർച്ചയാണ്. മാത്രം അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായാൽ അതൊക്കെ ദോഷം ചെയ്യുമെന്ന് വളരെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പാർട്ടി കൂടിയാണ് CPM. ശരി, വളരെ നന്ദി KP റഹ്മത്തുള്ള. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഏറെ ഈ ദൗത്യം വിജയം കാണുന്നത് ഏറെ ആശ്വാസകരമാണ്. കാരണം സമസ്ത പോലെയുള്ള ഒരു മുസ്ലിം സംഘടന സർക്കാരിനെതിരെ പരസ്യ നീക്കവുമായി രംഗത്ത് വരുന്നത് കടുത്ത പ്രതിസന്ധിയാണ് എന്ന് മാത്രമല്ല, അവർക്ക് വഴങ്ങിക്കൊടുത്താൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയും മറുവശത്ത്. എന്തായാലും ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നു. ഒപ്പം മന്ത്രി V ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഒന്നുകൂടി ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഉയർത്തി എന്ന പ്രത്യേകതയുമുണ്ട്.